Hello friends, ഈ വീഡിയോയിൽ നമ്മൾ എൻവയറൺമെന്റൽ എഞ്ചിനീയറിംഗിലെ പ്ലെയിൻ സെഡിമെന്റേഷൻ ആൻഡ് കോആഗുലേഷൻ എന്ന രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം പ്ലെയിൻ സെഡിമെന്റേഷനിലേക്ക് കടക്കാം. നമ്മൾ മുന്നേ പല ടൈപ്പ് വാട്ടർ സോഴ്സുകളും വാട്ടർ സോഴ്സിൽ നിന്നും വാട്ടർ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻടേക്ക് സ്ട്രക്ചേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്ത വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിനെ പല ടൈപ്പ് ട്രീറ്റ്മെന്റ്സിന് വിധേയമാക്കുന്നു. അതിൽ ആദ്യത്തേതാണ് പ്ലെയിൻ സെഡിമെന്റേഷൻ. പ്ലെയിൻ സെഡിമെന്റേഷന് ശേഷം കോആഗുലേഷൻ, ഫിൽട്രേഷൻ, ഡിസിൻഫെക്ഷൻ, വാട്ടർ സോഫ്റ്റനിങ് പോലുള്ള മറ്റ് ട്രീറ്റ്മെന്റുകളും അപ്ലൈ ചെയ്യാറുണ്ട്. പ്ലെയിൻ സെഡിമെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസോളിബിൾ ഇംപ്യൂരിറ്റീസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സാമ്പിൾ ഓഫ് വാട്ടർ കുറച്ചു നേരത്തേക്ക് നമ്മൾ സ്റ്റില്ലായിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിലെ ഇൻസോളിബിൾ ഇംപ്യൂരിറ്റീസ് സെറ്റിൽ ആവുകയും ക്ലിയർ വാട്ടർ മുകളിൽ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് പ്ലെയിൻ സെഡിമെന്റേഷന്റെ പ്രിൻസിപ്പിൾ. വാട്ടർ ട്രീറ്റ്മെന്റിൽ പ്ലെയിൻ സെഡിമെന്റേഷൻ ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ടാണ് നടത്തുന്നത്. ഇതിനായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പോൺസിനെയാണ് സെറ്റ്ലിംഗ് ബേസിൻസ് എന്ന് വിളിക്കുന്നത്. Plain sedimentation is the first unit process employed in water treatment. Sedimentation യൂണിറ്റുകളിൽ വാട്ടറിന്റെ വെലോസിറ്റിയും ടർബുലൻസും കൺട്രോൾ ചെയ്യുമ്പോൾ ഈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. സെഡിമെന്റേഷൻ യൂണിറ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാകാം. ഫിൽ ആൻഡ് റോ ടൈപ്പും കണ്ടിന്യൂസ് ടൈപ്പും. ഫിൽ ആൻഡ് റോ ടൈപ്പ് പേരിൽ പറയുന്ന കൂട്ട് തന്നെ ഇൻലെറ്റ് വഴി വാട്ടർ ഫില്ല് ചെയ്യുന്നു. ഇത് കുറച്ച് സമയത്തേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നു, ഓൾമോസ്റ്റ് അബൌട്ട് 24 hours. ഈ സമയത്തിനുള്ളിൽ വാട്ടറിലുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ടാങ്കിന്റെ ബോട്ടത്തിലേക്ക് സെറ്റിൽ ആകുന്നു. ഈ 24 മണിക്കൂറിന് ശേഷം വാട്ടർ ഔട്ട്ലെറ്റ് വഴി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഇതിനുശേഷം സെറ്റിലായ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നു. അടുത്ത ടൈപ്പാണ് കണ്ടിന്യൂസ് ടൈപ്പ്. പേരിൽ പറയുന്ന കൂട്ട് തന്നെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു, എന്നാൽ വളരെ ചെറിയൊരു വെലോസിറ്റി ഉപയോഗിച്ച്. ഈ ഫ്ലോയുടെ ഇടയ്ക്ക് തന്നെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ടാങ്കിന്റെ ബോട്ടത്തിൽ സെറ്റിൽ ആകുന്നു. ഈ ഫ്ലോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും ആകാം, വെർട്ടിക്കൽ ഡയറക്ഷനിലും ആകാം. കണ്ടിന്യൂസ് ടൈപ്പ് ടാങ്ക്സിൽ ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വരുന്ന വാട്ടറിന്റെ വെലോസിറ്റിയും ടർബുലൻസും കുറയ്ക്കുകയും കൂടാതെ ഫ്ലോ ലെങ്ത് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ സെഡിമെന്റേഷനുള്ള ടെൻഡൻസി ഇംപ്രൂവ് ആകുന്നു. സെഡിമെന്റേഷൻ ടാങ്ക്സിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ആകുമ്പോൾ അതിന്റെ മാസോ ഷേപ്പോ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസിന്റെ സെറ്റിലിംഗ് വെലോസിറ്റി സ്റ്റോക്സ് ലോ യൂസ് ചെയ്തിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്താണ് ഈ സ്റ്റോക്സ് ലോ? ഇറ്റ് ഈസ് എ ഫോർമുല ഫോർ ഡിറ്റർമൈനിങ് ദ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ. അതായത് ഒരു വിക്വസ് ലിക്വിഡിൽ കൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നു എന്നാണ് സ്റ്റോക്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ആദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ പാർട്ടിക്കിളിനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുമെങ്കിലും ഫ്ലൂയിഡിന്റെ ഡ്രാഗ് ഫോഴ്സ് ഈ സിങ്കിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ഇനീഷ്യലി പാർട്ടിക്കിള് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം താഴോട്ട് ആക്സിലറേറ്റ് ചെയ്യുമെങ്കിലും ഡ്രാഗ് ഫോഴ്സസ്, അതായത് ഈ സെറ്റിലിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ ഡ്രാഗ് ഫോഴ്സസ് ഈ ആക്സിലറേഷനെ റെസിസ്റ്റ് ചെയ്യുകയും ഗ്രാവിറ്റേഷണലും ഡ്രാഗ് ഫോഴ്സസും ഈക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ഈ പാർട്ടിക്കിൾ അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ വെലോസിറ്റിയാണ് ടെർമിനൽ ഫോൾ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ടെർമിനൽ ഫോൾ വെലോസിറ്റി അഥവാ ടെർമിനൽ സെറ്റിലിംഗ് വെലോസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഇക്വേഷനാണ് Vs is equal to G into rho s minus rho w into d square by 18 times mu, where G is the gravitational acceleration, rho s is the density of the settling particle, rho w is the density of water, d is the diameter of the particle, and mu is dynamic viscosity of the fluid. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റിലിംഗ് ടാങ്ക്സിന്റെ ഡിസൈൻ ക്രൈറ്റീരിയയെ കുറിച്ചാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സെറ്റിലിംഗ് ടാങ്ക് ഡിസൈൻ ചെയ്യുന്നത്? 4 മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. സർഫസ് ഓവർഫ്ലോ റേറ്റ്, ഡിറ്റൻഷൻ ടൈം, ഫ്ലോ ത്രൂ വെലോസിറ്റി, കണ്ടീഷൻ ഫോർ 100% റിമൂവൽ ഓഫ് ദ ഇംപ്യൂരിറ്റീസ്. ആദ്യത്തേതാണ് സർഫസ് ഓവർഫ്ലോ റേറ്റ്. ഇതിന്റെ മറ്റു പേരുകളാണ് സർഫസ് ലോഡിംഗ് റേറ്റ്, ഹൈഡ്രോളിക് ഓവർഫ്ലോ റേറ്റ് ആൻഡ് ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ്. എന്താണ് ഈ സർഫസ് ഓവർഫ്ലോ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു യൂണിറ്റ് സർഫസ് ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ എന്തുമാത്രം വോളിയം ഓഫ് വാട്ടർ അപ്ലൈ ചെയ്യുന്നു എന്നതാണ് സർഫസ് ഓവർഫ്ലോ റേറ്റ്. അതായത് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ യൂണിറ്റ് ടൈം ഡിവൈഡഡ് ബൈ ദ സർഫസ് ഏരിയ. വോളിയം ഓഫ് വാട്ടർ പെർ യൂണിറ്റ് ടൈമിനെ ഡിസ്ചാർജ് എന്ന് വിളിക്കാവുന്നത് കൊണ്ട് തന്നെ സർഫസ് ഓവർഫ്ലോ റേറ്റ് വിൽ ബി ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ സർഫസ് ഏരിയ.
surface area of a plain sedimentation tank will be equal to length into breadth of the tank. അപ്പോൾ surface overflow rate becomes equal to discharge by L into B. ഒരു പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്കിന്റെ സർഫസ് ഓവർഫ്ലോ റേറ്റ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് 500 to 750 ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയറിലാണ്, അല്ലെങ്കിൽ 10 to 20 മീറ്റർ ക്യൂബ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ. അടുത്ത ഫാക്ടർ ആയിരുന്നു ഡിറ്റൻഷൻ ടൈം. അതായത് ഒരു പാർട്ടിക്കിള് ടാങ്കിന്റെ ഇൻലെറ്റ് തൊട്ട് ഔട്ട്ലെറ്റ് വരെ മൂവ് ചെയ്യാനായിട്ട് എന്തുമാത്രം ടൈം എടുക്കുന്നു, ഇതിനെയാണ് ഡിറ്റൻഷൻ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Detention time will numerically be equal to volume of the tank divided by discharge of the tank. Plain sedimentation tanks usually detention time provide ചെയ്യുന്നത് 4 hours തൊട്ട് 8 hours വരെയാണ്. അടുത്ത ഫാക്ടർ ആണ് ഫ്ലോ ത്രൂ വെലോസിറ്റി. ഒരു ടാങ്കിന്റെ ഇൻലെറ്റ് തൊട്ട് ഔട്ട്ലെറ്റ് വരെ എന്തുമാത്രം വെലോസിറ്റിയിലാണ് വാട്ടർ ട്രാവൽ ചെയ്യുന്നത്, ആ വെലോസിറ്റിയാണ് നമ്മൾ ഫ്ലോ ത്രൂ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. വെലോസിറ്റി നമുക്കറിയാം, ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഒരു സെഡിമെന്റേഷൻ ടാങ്കിൽ വാട്ടർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ടാങ്ക്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ടാങ്ക് ഡിവൈഡഡ് ബൈ ഡിറ്റൻഷൻ ടൈം. അതായത് ഈ വാട്ടർ ഇൻലെറ്റ് തൊട്ട് ഔട്ട്ലെറ്റ് വരെ ട്രാവൽ ചെയ്യുന്ന ടൈം ആണല്ലോ ഡിറ്റൻഷൻ ടൈം എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ടാങ്ക് ബൈ ഡിറ്റൻഷൻ ടൈം. പ്ലെയിൻ സെഡിമെന്റേഷൻ ടാങ്ക്സിൽ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലോ ത്രൂ വെലോസിറ്റി 0.2 to 0.9 മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. പ്രിഫറബിളി പ്രൊവൈഡ് ചെയ്യുന്നത് 0.3 മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. ലാസ്റ്റ് ഫാക്ടർ ആയിരുന്നു കണ്ടീഷൻസ് ഫോർ 100% റിമൂവൽ ഓഫ് ദ ഇംപ്യൂരിറ്റീസ്. 100% ഇംപ്യൂരിറ്റീസ് റിമൂവ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. സെറ്റിലിംഗ് വെലോസിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓവർഫ്ലോ വെലോസിറ്റി. അതായത് പാർട്ടിക്കിൾസ് ഇംപ്യൂരിറ്റീസ് സെറ്റിൽ ആകാൻ ഉള്ള സെറ്റിലിംഗ് വെലോസിറ്റി ഓവർഫ്ലോ വെലോസിറ്റിയെക്കാട്ടിലും കൂടിയിരിക്കണം. കൂടാതെ അടുത്ത കണ്ടീഷൻ ആയിരുന്നു ഡിറ്റൻഷൻ ടൈം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സെറ്റിലിംഗ് ടൈം. എന്നാൽ മാത്രമേ വാട്ടർ ഔട്ട്ലെറ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ പാർട്ടിക്കിൾസ് എല്ലാം സെറ്റിലായി കിട്ടുകയുള്ളൂ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സിലറേറ്റഡ് സെഡിമെന്റേഷൻ പ്രോസസ് ആയ കോയാഗുലേഷനെ കുറിച്ചാണ്. വാട്ടറിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇവയ്ക്ക് ചുറ്റും ഒരു ലെയർ ഓഫ് പോസിറ്റീവ് അയോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് സ്റ്റേൺ ലെയർ എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റേൺ ലെയർ വീണ്ടും നെഗറ്റീവ് അയോൺസിനെ ചുറ്റും അട്രാക്ട് ചെയ്ത് ഒരു ഇലക്ട്രോണിക് ഡബിൾ ലെയർ ആയിട്ടാണ് കൊളോയിഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ ഹൈ സ്റ്റെബിലിറ്റിയുടെയും റീസൺ. എന്നാൽ കോയാഗുലൻസ് എന്ന് വിളിക്കുന്ന കെമിക്കൽസ് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇവ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചുറ്റും ഒരു ലെയർ ഫോം ചെയ്യുകയും ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഈ കോയാഗുലൻസ് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ, കൊളോയിഡൽ ഇംപ്യൂരിറ്റീസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ ഫ്ലോക്ക് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോയാഗുലൻസ് എന്ന് നോക്കാം. ആദ്യത്തേതാണ് അലൂമിനിയം സൾഫേറ്റ് അഥവാ ആലം. ആലത്തെ യൂണിവേഴ്സൽ കോയാഗുലന്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് 6.5 തൊട്ട് 8.5 എന്ന pH റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. വാട്ടർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണെങ്കിൽ ആലത്തിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു. ആലം ആഡ് ചെയ്തതിനു ശേഷം pH ഓഫ് വാട്ടർ കുറച്ച് ഡിക്രീസ് ആകും. എന്നാൽ ഇത് ഒരു സ്ലൈറ്റ് ഡിസിൻഫെക്ഷൻ കപ്പാസിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത ടൈപ്പ് കോയാഗുലന്റ് ആണ് ഫെറസ് സൾഫേറ്റ് അഥവാ കോപ്പറാസ്. കോപ്പറാസ് ആലത്തെക്കാട്ടിലും ചീപ്പർ ആയിട്ടുള്ള ഒരു കോയാഗുലന്റ് ആണ്. 9.5 pH റേഞ്ചിൽ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു pH റേഞ്ചിലാണ് കോപ്പറാസ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ കളേർഡ് വാട്ടറുമായിട്ട് കോപ്പറാസ് റിയാക്ട് ചെയ്യാറില്ല. അടുത്ത കോയാഗുലന്റ് ആണ് ക്ലോറിനേറ്റഡ് കോപ്പറാസ് അഥവാ ഫെറിക് ക്ലോറൈഡ്. ഫെറിക് ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നത് 3.5 തൊട്ട് 6.5 ഉള്ള pH റേഞ്ചിലുള്ള വാട്ടറിലും 8.5 മുകളിൽ pH റേഞ്ചുള്ള വാട്ടറിനെയും ട്രീറ്റ് ചെയ്യാനായിട്ടാണ്. അടുത്ത കോയാഗുലന്റ് ആണ് സോഡിയം അലൂമിനേറ്റ്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോയാഗുലന്റ് ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ അത് സോഡിയം അലൂമിനേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ പബ്ലിക് വാട്ടർ ഡിസ്ട്രിബ്യൂഷനിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യാറില്ല. ഓൺലി ഫോർ എക്സ്പെരിമെന്റൽ പർപ്പസസ്. കോയാഗുലൻസിന്റെ ഒപ്റ്റിമം ഡോസേജ് എന്ന് പറയുന്നത് ജാർ ടെസ്റ്റ് അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നാൽ മിനിമം ഡോസേജ് തന്നെ മാക്സിമം എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് കോയാഗുലൻസ് ആഡ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്ലാരി ഫ്ലോക്കുലേറ്ററിനെ കുറിച്ചാണ്. അതായത് ഫ്ലോക്കുലേഷന്റെയും
ക്ലാരിഫിക്കേഷന്റെ ഒരു കോമ്പിനേഷനാണ് ക്ലാരി ഫ്ലോക്കുലേറ്റർ. ഇതിൽ 2 കോൺസെൻട്രിക് ടാങ്ക്സ് ആണുള്ളത്. സെൻട്രൽ ടാങ്കില് ഫ്ലോക്കുലേഷൻ ചേംബർ ആണ്. അതായത് ഈ ടാങ്കിനുള്ളിലേക്ക് വാട്ടർ പമ്പ് ചെയ്ത് ഇതിലേക്ക് കോഅഗുലൻസ് ആഡ് ചെയ്ത് ഫ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫ്ലോക്സ് താഴേക്ക് സെറ്റിൽ ആവുകയും ക്ലിയർ വാട്ടർ പുറത്തോട്ട് റേഡിയലി അപ്വേർഡ്സ് ഈ പുറത്തുള്ള ക്ലാരിഫയറിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നു. ഈ ക്ലാരിഫയറിൽ നിന്നും ഈ ക്ലിയർ ആയ വാട്ടർ പുറത്തോട്ട് പമ്പ് ചെയ്യുന്നു. ക്ലാരി ഫ്ലോക്കുലേറ്ററിന് 3 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഒരു റാപ്പിഡ് മിക്സിംഗ് യൂണിറ്റ് അഥവാ ഫ്ലാഷ് മിക്സറും, സ്ലോ മിക്സിംഗ് യൂണിറ്റ് അഥവാ ഫ്ലോക്കുലേറ്ററും, ഒരു സെറ്റിലിംഗ് യൂണിറ്റും. ഇതിന്റെ സർഫസ് ഓവർഫ്ലോ റേറ്റ് 1000 to 1250 liters per hour per meter square ആണ്. ഡിറ്റൻഷൻ ടൈം 2 to 4 hours. ഇതോടുകൂടി പ്ലെയിൻ സെഡിമെന്റേഷനും കോയാഗുലേഷനും എന്ന ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. താങ്ക് യു.